കലിയുഗത്തിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം പരമാവധി ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. മനുഷ്യർ സത്യവും ധർമ്മവും ഉപേക്ഷിച്ച് അധാർമികമായ ജീവിതം നയിക്കും. പല പുരാണങ്ങളും പ്രവചിക്കുന്നതുപോലെ കലിയുഗം അതിന്റെ അത്യാഹിതാവസ്ഥയിലെത്തുമ്പോൾ മഹാവിഷ്ണു ശംഭലം ഗ്രാമത്തിലെ ഒരു തമിഴ് കുടുംബത്തിൽ കൽക്കിയായി ജനിക്കും. ധനുമാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിൽ കൽക്കി ജനിക്കും. അഗ്നിപുരാണം അനുസരിച്ച് യാജ്ഞവൽക്യൻ കൽക്കിയുടെ ആധ്യാത്മിക ഗുരുവായിരിക്കും. വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് വിശ്വാസം. കൽക്കിയെ ആയോധനവിദ്യകളിൽ പരിശീലിപ്പിക്കും. ലക്ഷ്മിദേവിയുടെ അവതാരമായ പത്മയായിരിക്കും കൽക്കിയുടെ ഭാര്യ. ദേവദത്ത എന്ന വെളുത്ത കുതിരയാണ് കൽക്കിയുടെ വാഹനം. ഈ കുതിരയ്ക്ക് ചിറകുകളുണ്ട്. ദേവദത്തയുടെ പുറത്തിരുന്ന് കത്തിച്ചൊലിക്കുന്ന വാളുമായി ഭഗവാൻ കൽക്കി ഈ ലോകത്തെ ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കും. കലിയുഗം അവസാനിപ്പിച്ച് സത്യയുഗം ആരംഭിക്കും. സജ്ജനങ്ങൾക്ക് പരമമായ സത്യം ഉപദേശിച്ച് വേദപാഠങ്ങളും ധർമ്മമാർഗങ്ങളും പുനഃസ്ഥാപിക്കും.